നേരത്തെ പറയാമെന്ന് പറഞ്ഞ ബുക്ക് ഇതാണ്. ഞാൻ കുറച്ച് നേരം മുമ്പ് 3 മിനിറ്റ് ആയെന്നും പറഞ്ഞു പോയില്ലേ. നോക്ക് ഈ ബുക്ക്, ഏക്നാഥ് ഈശ്വരൻ കേട്ടോ. ഒരു ഹീലറാണ് ഇദ്ദേഹമേ. യുവർ ലൈഫ് ഈസ് യുവർ മെസ്സേജ് ഈസ് ഇസ് സെമിനൽ വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇത് ഞാൻ വായിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വായിക്കും. ഇതിൽ നോക്കിയിട്ട് ഞാൻ ചിലതൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട് നിങ്ങൾ ലേൺ ടു ഹിസ് എന്ന് പറയാറുണ്ട്. അതായത് ഹിസ് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പില്ലേ, ആ കഥ ഞാൻ ഇതിനകത്ത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നേരം ഒന്നുകൂടി പറയാം കേട്ടോ. ഇതിൽ നിന്ന് കിട്ടിയ കഥയത്. ഒരു പാമ്പ് ഇങ്ങനെ എല്ലാവരെയും പിടിച്ച് കടിക്കും കേട്ടോ. അപ്പോൾ പിടിച്ച് കടിക്കുമ്പോൾ പിള്ളേർ അതിനെ കാണുമ്പോൾ മുതൽ സ്റ്റോൺസ് എടുത്ത് എറിയും. അപ്പോൾ ഇത് ഓടി അകത്ത് കയറി ഒഴുക്കി. ഒരു ദിവസം ഈ പിള്ളേർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കാണുമ്പോൾ എറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യണ കണ്ടിട്ട് ഒരു മഹർഷി അതിൽ പോകുന്നുണ്ട്. ഈ പാമ്പിനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നു, നീ എന്തിനാണ് ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്നത്? നിനക്ക് എന്തിനാ ആവശ്യമില്ലാണ്ട് ആൾക്കാരെ പിടിച്ച് കടിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? നീ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നോക്കൂ, നിനക്ക് സുഖമായിട്ട് നടക്കാമെന്ന് പറയും കേട്ടോ. ഒരു ദിവസം കണ്ടിട്ട് ഈ പാമ്പിനെ കാണാനില്ല. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഋഷി തിരിച്ചു വന്നപ്പോൾ അപ്പോൾ എവിടെ പോയെന്ന് വെച്ചപ്പോഴേക്കും ഇത് പാവം ചാകാറ് മൃതപ്രാണനായിട്ട് വലിഞ്ഞു വന്ന് മഹർഷി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ മഹർഷി നിന്നിട്ട് ചോദിച്ചു, എന്താണ്? പറയും, ഞാൻ 10 ദിവസം വല്ലതും കഴിച്ചിട്ട്. അതെന്താ? ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പിള്ളേർ എന്നെ കാണുമ്പോൾ പേടിച്ച് ഓടുന്നില്ല, അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ കടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് പിന്നെ ഭക്ഷണം ഇര തേടാൻ പറ്റാതെയായി സ്വാമി എന്ന് പറയും. സ്വാമി പറയും, അതേ മോനെ, ഞാൻ എൻ്റെ അടുത്ത് കടിക്കരുതെന്നല്ലേ പറഞ്ഞോളൂ, ഹിസ് ചെയ്യരുതെന്ന്, എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് പേടിപ്പിച്ച് നിർത്തണ്ടേ? നിനക്ക് തന്നിരിക്കുന്ന ആ ഒരു വരമുണ്ടല്ലോ എല്ലാവരെയും പേടിപ്പിക്കുക എന്നുള്ളത്, അത് നീ ചെയ്യണം. അല്ലെങ്കിൽ നിൻ്റെ തലേ കയറി ഇറങ്ങിയില്ലേ ഇപ്പോൾ പിള്ളേർ, നീ കടിക്കണ്ട, ഹിസ് ചെയ്യാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഷുഡ് ലേൺ ടു ഹിസ്. ആൾക്കാരോട് ഞാനതാ പറയുന്നത്, പെൺകുട്ടികളോട് എസ്പെഷ്യലി. നിങ്ങളുടെ ഒരു അതിർവരമ്പ് വിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചീറ്റണം, അവിടെ നിൽക്കുക എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും മെനക്കെടുന്നില്ലെങ്കിൽ, അയ്യോ മോളെ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് ആളുകൾ പറയുന്നതെങ്കിൽ ഡോണ്ട് ഡൂ ദാറ്റ് കേട്ടോ. നിങ്ങളങ്ങനെ എല്ലാവരുടെയും ഡോർമാറ്റൊന്നും അല്ല അവർക്ക് കയറി ചവിട്ടി തൂത്ത് അവരുടെ കാലിലുള്ള ചെളിയൊക്കെ അവിടെ തൂത്തിട്ട് പോകാനായിട്ട്. ഡോണ്ട് അലവ് ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് കൂട്ടുകാരെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്നോളൂ. എന്നാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും വഴക്കിടണം എന്നല്ല, നിങ്ങളുടെ ഏരിയയിലോട്ട് ബ്രീച്ച് ചെയ്യുന്ന, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ പറയുന്നത്. പല സമയങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഒരു സ്പേസ് ഇല്ലാത്തടത്ത് നിങ്ങൾ ഹിസ് ചെയ്യുക തന്നെ വേണം. അതിനെ എഗൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിൽക്കുകയാണെങ്കിൽ യു ഹാവ് ടു റിയലി തിങ്ക് ദാറ്റ് ഹീ ടു ഈസ് ടോക്സിക്. അത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ല പിന്നീട് ആ ജീവിതത്തിൽ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും എന്ന് കരുതി നിങ്ങൾ അതിൽ കെട്ടിത്തൂങ്ങി നിൽക്കണ്ട. നിങ്ങൾക്ക് 2 പാരലായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ആ ഫാമിലി ലൈഫിലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. പക്ഷേ നിങ്ങൾക്ക് ഹിസ് ചെയ്യാനുള്ളത് അനുവാദം ഉണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് വലുത്. പല രീതിയിലും ആണുങ്ങൾ ശ്രദ്ധിക്കാറില്ല. ചില ആണുങ്ങൾ എക്സ്ട്രീംലി നല്ലതാണ്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ മെയിൽ ഈഗോ എന്ന് പറയുന്നത് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുമ്പും നോക്കാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പും അഡൾട്രസ് റിലേഷൻഷിപ്പും അങ്ങനെയൊക്കെ വെച്ച് പുലർത്തുന്ന പുരുഷന്മാരെ ഒതച്ചിട്ട് ഒരൊറ്റ അടിയെടുത്തിട്ട് പൊക്കോളണമെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടാമത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഈ ശാരീരിക ബന്ധത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് നിങ്ങളതൊന്നും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹം വേറെ സ്ഥലങ്ങളിൽ തേടി പോകുന്നുവെങ്കിൽ അത് നിങ്ങളുടെയും കൂടെ കുറ്റമല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, എനിക്ക് അതുകൊണ്ട് ദ്രോഹമില്ലല്ലോ. അയാൾ വല്ലയിടത്തും പോയി അയാളുടെ പണമാണ് നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ, നിങ്ങൾക്ക് അതുകൊണ്ട് ദ്രോഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എനിക്കിതൊത്ത്. അതായത് ആർക്കും ഇപ്പം ഇതാണ് എൻ്റെ ഒരു നോട്ടം എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല, മനസ്സിലായോ? കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കഥകൾ വ്യത്യസ്തമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. ചില നല്ലവനായ ഭർത്താവിനെ വശീകരിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഭാര്യ ഇറങ്ങി പുറപ്പെട്ട് ചന്ദ്രേട്ടൻ എവിടെയാന്ന് ചോദിച്ചു പോകുന്ന ആ ഭാര്യയെ കണ്ടിട്ടില്ലേ? അയാൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റിയോ? തിരിച്ചു വന്ന
കണ്ടോ, അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഒറ്റ ഫോർമുലയിൽ ഒരു കുടുംബത്തെയും പിരിക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ക്ഷമിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറയുമ്പോൾ ആളുകൾ വഴക്കിടും നമ്മളോട്. അത് ആ കുടുംബത്തിനായിരിക്കണം, ആ കുടുംബത്തിന് ക്ഷമിക്കണം എന്നുള്ളതായിരിക്കണം മന്ത്രം. നിങ്ങൾ പോയി കണ്ടോ എന്ന് എനിക്കറിയില്ല. ജുർം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓളങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കഥകളാണെന്നുള്ളത്. എന്ന് കരുതി കണ്ടിടം നിരങ്ങി നടക്കുന്ന സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ അവരുടെ ഒത്ത് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ ഈ പുസ്തകമൊക്കെ എഴുതിയ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ വളരെ അത്രയും അറിയണ്ടാവില്ല. 1999 ഇദ്ദേഹം മരിച്ചുപോയി. അവർക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ബ്ലൂ മൗണ്ടൻ സെൻറ്റർ ഓഫ് മെഡിറ്റേഷൻ ആൻഡ് നീൽഗിരി പ്രസ്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. 1996 ഞാൻ കല്യാണം കഴിക്കുന്നത്. 99 ഇദ്ദേഹം മരിച്ചു പോയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു 2005 ആയപ്പോഴാണ് സ്പിരിച്വലി ഞാൻ കുറച്ച് ഇൻക്ലൈൻഡ് ആയി തുടങ്ങിയതും. അല്ലെങ്കിൽ മറ്റത് ഈ ഭക്തി മാത്രമേ ഉള്ളൂ, അറിയില്ല ഭക്തിയാണ് സ്പിരിച്വാലിറ്റി എന്ന് കരുതിയിരുന്ന ഞാനാണ് ആ സമയത്തൊക്കെ. അപ്പോൾ ഇതിനകത്തുനിന്ന് കണ്ട എന്താ പറയുക, കണ്ട ഒരു കൊട്ടേഷൻ വഴി ഞാൻ ആ സ്ഥലം അന്വേഷിച്ച് പോയിട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ കാണാൻ പറ്റില്ല, ഞാൻ വായിക്കാവേ. ഇത് പണ്ട് എഴുതി വെച്ചതാണ് ഇതിനകത്ത്. വിസിറ്റഡ് സാർനാഥ് ഇൻ 2020 ഫെബ്രുവരി. ബുദ്ധ ഹാഡ് വാക്ക്ഡ് ത്രൂ ദാറ്റ് പ്ലേസ്. സാർനാഥിൽ പോയി ഞങ്ങൾ. അപ്പോൾ സാർനാഥ് എന്ന് പറഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ സാർനാഥ് പില്ലറില്ലേ, അശോക് പില്ലറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിങ്ങനെ അവിടെയാണ് ബുദ്ധന് സെർമൺ കൊടുത്തത്. വളരെ വലിയ ആളുകളൊക്കെ കൂടിയിട്ട് സെർമൺ കൊടുത്ത സ്ഥലമാണ്. അവിടെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് തോന്നുന്നു അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ എന്താ പറയുക, എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോയ് എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് കണ്ടെത്താൻ തുടങ്ങി. ഇതിൽ നിന്ന് പണം കിട്ടിയിട്ടൊന്നും അല്ല സുഹൃത്തുക്കളെ. അങ്ങനെ അധികം അതിനകത്ത് പണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ $1 $2 ഒക്കെ വരുന്നുണ്ടാകാം. പക്ഷെ ഞാൻ അതിനെ ട്രാക്ക് വെക്കുന്നുമില്ല, ഞാനത് ഇതുവരെ ഒന്നും എടുത്തിട്ടുമില്ല. ലെറ്റ് മീ കീപ് ഡൂയിങ് വാട്ട് ഐ ആം ഡൂയിങ് എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ലെറ്റ് മീ റീഡ് ദിസ്. ലൈഫ് cannot but give you joy if you live for the joy of others എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് സന്തോഷം മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സന്തോഷം എന്നെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. എനിക്ക് അങ്ങനെ ധരിക്കാനുമാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല. ഇത് എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ജെയ്ക്കോ ബുക്സിൽ നിന്നാണ് ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചത്. ജെയ്ക്കോ ബുക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ചത് ജെയ്ക്കോ ബുക്സിൽ നിന്നല്ല, ഞാൻ വാങ്ങിച്ചത് ജെയ്ക്കോ ബുക്സ് പബ്ലിക്കേഷൻസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഐ ടെൽ യു ദ പ്ലേസ്. ഐ തിങ്ക് DC ആണോ, അവിടെ എപ്പോഴും എഴുതി വെക്കുന്നതാട്ടോ. ഇവിടെ ഈ പ്രാവശ്യം ഉപ്പ് മാത്രം ഇട്ട് വെച്ചു. ചില സമയത്തൊക്കെ എഴുതും. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ പറയായിരുന്നു. എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, എന്ത് ട്രാവൽ ചെയ്താലും ഒരു ബുക്ക് വാങ്ങിക്കും ഞാൻ എവിടേക്കൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ അത്രയും ബുക്സ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ട്രാവൽസിനെല്ലാം ഇവിടെ ഒരു നോട്ട് ഉണ്ടാവുമായിരുന്നു ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ, ഞാൻ ഓർത്ത് എഴുതാറുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു പക്ഷേ എനിക്ക് ഒഡീസിയിൽ നിന്ന് വാങ്ങിച്ചതാവാനും സാധ്യതയുണ്ട് കേട്ടോ. മദ്രാസിലൊരു ബുക്ക് സ്റ്റോറുണ്ട്, ഒഡീസി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ, ഇത് നല്ലതാണ് കേട്ടോ. ഒരു ഹാൻഡ് ബുക്ക് പോലെ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്നും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ആ കഥയുമാണ്. പിന്നൊന്ന്, എല്ലാ ജീവജാലങ്ങൾക്കും ഓരോരോ ഗോൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചേക്കുന്നത് നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആനയുടെ ഗോൾ എന്താണെന്നറിയോ? ഇതിനകത്ത് പറഞ്ഞത്, ആനയെ നമ്മൾ കീസ്റ്റോൺ സ്പീഷീസ് എന്നാണ് പറയുക. ഇക്കോസിസ്റ്റമിലൊക്കെ നമ്മൾ പഠിക്കൂലേ. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഡ്രൗട്ട് ഉണ്ടെങ്കിൽ അവിടെ മൃഗങ്ങളൊന്നും, അവിടെ ഒരു ഡ്രൗട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ആനയുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളൊന്നും വെള്ളമില്ലാതെ മരിച്ചു പോവില്ല എന്ന് പറഞ്ഞാൽ, ഈ ആന എന്ത് ചെയ്യുന്നറിയാവോ? അപ്പോൾ എവിടെയാ വെള്ളം ഉള്ളതെന്ന് അതിൻ്റെ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ സെൻസ് ചെയ്ത് അതിനെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ഗന്ധമോ വെള്ളത്തിൻ്റെ എന്താണ് അതിങ്ങനെ സെൻസ് ചെയ്ത് പോയിട്ട് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു കിണറങ്ങ് കുഴിക്കും എന്ന് പറഞ്ഞാൽ, ഈ പോണ്ട് പോലെ അതിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ കുമ്പ് കൊണ്ടൊക്കെ കുത്തി കുഴിച്ച് അവിടെ വെള്ളം കണ്ട് മറ്റു മൃഗങ്ങൾക്കും അത് ആ വഴി, അപ്പോൾ പോകുന്ന വഴിയും അത് വെട്ടിത്തെളിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ വനാന്തരമല്ലേ,
പോകുന്ന വഴിയൊക്കെ ആ മരങ്ങളൊക്കെ കളഞ്ഞ് അത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് ബാക്കിയുള്ള മൃഗങ്ങൾക്കും അതിൻ്റെ അവിടെ വന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഒരു ആനയുള്ള സ്ഥലത്ത് ജീവജാലങ്ങൾ, അതായത് വെള്ളമില്ലായ്മ കൊണ്ട് പക്ഷി മൃഗാദികൾ ചത്തുപോയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിനകത്ത് 3 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ നിർത്തിയില്ലേ, ആ കാരണം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ പിടിച്ചു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് വന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നിട്ട് അത് കട്ടായിപ്പോയി. അപ്പോൾ അത് അപൂർണമായി പോയി. എന്നാലും ഞാൻ അത് ഇടുന്നതായിരിക്കും കേട്ടോ, കാരണം അത് അത്രയും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പറയാൻ വന്നത്. സോ ഏകനാഥ് ഈശ്വരൻ്റെ യുവർ ലൈഫ് ഈസ് യുവർ മെസ്സേജ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഐ ലവ് യു ഓൾ. എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ, 1000 പേരാണെങ്കിലും അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ, വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു, ബൈ. കരിയും വേണ്ട കരിമരുന്നും വേണ്ട, ശ്രീനാരായണ ഗുരുദേവൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യമില്ല, അതെല്ലാവരോടും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അതെന്തുകൊണ്ടാണ് കരിമരുന്ന് പ്രയോഗവുമൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അന്ന് ആളുകൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് പൈറോ വർക്സ് ഒക്കെ ഇല്ലേ, പൈറോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കരിമരുന്നില്ലാതെ തന്നെയാണ് ഇവിടെ അബുദാബിയിലൊക്കെ ജനുവരി 1, ഡിസംബർ 31 ഫയർ വർക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കാണും. കരിമരുന്ന് വെച്ച് പൊട്ടിക്കുമല്ല അത്, ഇറ്റ്സ് പൈറോ വർക്സ്. കാരണം അവരവരുടെ എൻവിറോൺമെൻ്റ് ഒന്നും ചീത്തയാക്കി കളയില്ല ആവശ്യമില്ലാണ്ട്. നമ്മൾ പക്ഷെ പറയുന്നത് ശിവകാശിയിലും അവിടെ ഇവിടെയൊക്കെ ഇതുകൊണ്ടാണ് ആളുകൾ ജീവിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് പൊട്ടിച്ച് കളയുന്ന പടക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ വെടിക്കെട്ടില്ലാതിരിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു അവസ്ഥ എന്തൊക്കെയാണ്, നമ്മുടെ കൾച്ചറിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്നും പറഞ്ഞു വരാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പൈറോ വർക്ക് ആയാലും എന്താ, വെടിക്കെട്ടായാലും എന്താ അല്ലേ, വെടിക്കെട്ട് ചെയ്യുന്ന ആളുകൾക്ക് പൈറോ വർക്സിന് ഉള്ള പെർമിറ്റും അവർക്ക് തന്നെ കൊടുക്കൂ. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അവരുടെ വയറ്റ് പിഴപ്പ് മുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മൾ, അല്ലേ? അതായത് പലരും, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ അന്നും പറഞ്ഞു ITC കമ്പനിയൊക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് അവർ കാര്യങ്ങൾ വേണ്ടാന്ന് നോക്കി. ഇപ്പോൾ ടുബാക്കോ അധികം ഉപയോഗിക്കാതെ ആളുകളായപ്പോൾ അവർ വെയ്പ്പ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ മാറാൻ തുടങ്ങിയില്ലേ ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ ബിസിനസ്. അധികം ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. പിന്നെ അപ്പോൾ ഓക്കെ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ശ്രീലേഖ IPSൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ, ശ്രീലേഖ മാഡത്തിൻ്റെ. ആ മാഡം വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ആനക്കുട്ടിയെ പറ്റി പറയുമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അവരുടെ മകൻ്റെ പേരിട്ട ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, ഗോകുൽ എന്ന് പറഞ്ഞിട്ട്. ആ ആനക്കുട്ടി ചെരിഞ്ഞ സംഭവമൊക്കെ പറയുമായിരുന്നു. അതിനെ ഇൽ ട്രീറ്റ് ചെയ്ത കാരണം, അതുകൊണ്ട് എന്തിനാണ് എല്ലാവരും ഈ മൃഗങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്, അവരെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ എന്തിനാണ് ഈ വെടിക്കെട്ടും അതും ഇതൊക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ആ മായ്മ വന്നിട്ട് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോമർ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പം ഞാനിത് അച്ഛനെ അയച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് സംസാരിക്കൂ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് ഗുരുദേവൻ, അതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഇന്ന് ആ സബ്ജക്റ്റ് പറയാം, അച്ഛൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ലോകം മാറുന്നതനുസരിച്ച് അല്ലേ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുകണ്ടം തിന്നണം എന്നാണല്ലോ പ്രമാണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ മാറണം എന്നാണ് അർത്ഥം. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ പിടിച്ചു നിന്നിട്ട് ഞാനിങ്ങനെ തന്നെയാണ്, ഞാനിത് കൂടുതൽ ഞാൻ ചേഞ്ച് ആവില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ മാറണം, കാലാനുസൃതം നമ്മൾ മാറണം, അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആകാശത്ത് ഇല്ലാണ്ടാകുന്നില്ല. നമുക്ക് അതിൻ്റെ ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. അന്നതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ വളരെ ഹെസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കരിമരുന്ന് ഉണ്ടാക്കേണ്ടി വന്നത്. എൻ്റെ അമ്മയുടെ വീട് പുലർന്നിരുന്നത് കരിമരുന്ന് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ ഫാക്ടറി ആയിരുന്നു, ഇങ്ങനെ പട്ടാസൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത്രയും 50-60 ആളുകളാണ് അപ്പൂപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കമ്പനി പോലെ നടത്തിയിട്ട് എല്ലാ ദിവസവും 60 പേരാണ് അവിടെ ഊണ് കഴിക്കുന്നതും. എത്രയോ കുടുംബങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞിരുന്നതും. അതിങ്ങനെ നടത്തിക്കൊണ്ടുപോയിരുന്നു. ഇത്ര മക്കൾ 16 പ്രസവിച്ചു അമ്മൂമ്മ, 12 മക്കളെ പോറ്റി വളർത്തിയതും ആ ബിസിനസ് കൊണ്ടാണ്. കൂടെ നിൽക്കുന്ന കുറേ ആളുകൾക്കും അതുകൊണ്ടാണ് അപ്പൂപ്പൻ അവർക്കൊരു ജീവിതമാർഗം കാണിച്ചു കൊടുത്തത്. അത് ആ സമയത്ത് അനിവാര്യമായിരുന്നു, വേറെ ഒന്നും ഇല്ല ബിസിനസ് എന്നൊക്കെ പറയാൻ. വിഷു, പിന്നെ ഈസ്റ്റർ, പിന്നെ ക്രിസ്മസ്, ഈ സമയങ്ങളിൽ ദീപാവലി അത്രയും ആഘോഷിക്കാറില്ല. വിഷുവിനാണ് ഒരുപാട് പടക്കം മേടിക്കും, ഈസ്റ്ററിനും വാങ്ങിക്കും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം ആഘോഷിക്കാൻ. അങ്ങനെ എല്ലാവരും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ ഒരു വളരെ
പ്രശ്നമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ 12 മക്കളിൽ ഒരാൾ പൊള്ളലേറ്റ് മരിക്കുകയുണ്ടായി, ഈ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ നടത്തിയിട്ടേ. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് 70 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അമ്മ അത് പറയുമ്പോൾ അമ്മ കരയും. അപ്പം നമ്മൾ ഇപ്പോഴും ആ ജനറേഷനിലുള്ളവർ ജീവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അത് ഇപ്പം അമ്മയോട് പറയണം, അമ്മ ഇതൊക്കെ നിർത്തണ്ടല്ലേ എന്ന് വെച്ചാൽ നിർത്തേണ്ടത് തന്നെയാണ്. അടുത്ത ജനറേഷൻ മാറി മാറി ചിന്തിച്ച് വേറെ വേറെ കാര്യങ്ങൾ ചെയ്ത് ഇവോൾവ് ചെയ്ത് പോകണം എന്ന് തന്നെ അമ്മ പറയും എപ്പോഴും കേട്ടോ. ഇപ്പോൾ അവിടെ നാമമാത്രമായിട്ടുള്ളതേ ഉള്ളൂ, ശിവകാശിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവർ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കീപ്പിംഗ് ദി എന്താ പറയുക, ഒരു ഓർമ്മയ്ക്കെന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റ് പോലെ ആ അമ്മാവൻ്റെ മകൻ നടത്തുന്നുണ്ട്. പക്ഷേ ഒരുപാടില്ല, ഞാറക്കിലുള്ളവരോട് ചോദിച്ചാൽ അവർക്കെല്ലാം അറിയാൻ പറ്റും. പക്ഷേ എന്നാലിപ്പോൾ ഒരുവിധം അത് നിർത്തിയ മട്ടാണ്. അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ഗുരുദേവൻ പറഞ്ഞ ചില പ്രിൻസിപ്പിൾസ് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് എടുക്കണം. എന്തിനാണ് ഗുരുദേവൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ കരി എന്ന് പറഞ്ഞാൽ 2 കരിയും വേണ്ട എന്നാണ് പറഞ്ഞത്. കരി എന്ന് പറഞ്ഞാൽ ആനയും വേണ്ട, കരിമരുന്നും വേണ്ട, കരിയും വേണ്ട, 2 കരിയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തൂ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ കുറച്ച് ഫെസ്റ്റിവിറ്റീസൊക്കെ ഒന്ന് കർബ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഫെസ്റ്റിവിറ്റീസ് മൊത്തമായിട്ട് വേണ്ടാന്ന് വെച്ചാലും കാര്യമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ എന്തൊരു പൊല്യൂഷനാണെന്നറിയോ. ആചാര്യ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു സ്പീക്കറാണ്. അദ്ദേഹം സ്പിരിച്വാലിറ്റിയുടെ അങ്ങേയറ്റത്തെ ലിബറേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയൊക്കെ പറയും. അദ്ദേഹം പറയുകയാണ്, എന്തിനാണ് ഈ ദീപാവലിക്ക് ഇങ്ങനെ ഇത്രയും പട്ടാസ് വെടിക്കുന്നത്. ഞങ്ങൾ മദ്രാസിൽ 1996 മുതൽ താമസിക്കുകയല്ലേ. ആ സമയത്ത് എൻ്റെ ദൈവമേ, ഒരു തെരുവിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആ മാലപ്പടക്കം ഇങ്ങനെ ഇടും. എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഇടും. ഇവിടെ നിന്ന് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പടപടപട അത് പിന്നെ അങ്ങ് വെടിക്കും. നമ്മളുടെ ചെവിയിൽ ഇങ്ങനെ ഒരു മൂളക്കം പോലെ ഇങ്ങനെ അടഞ്ഞിരിക്കും. അത് കഴിയുമ്പോഴേക്കും ഞങ്ങളൊക്കെ വാതിലടച്ചിട്ടിരുന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ഈശ്വര എന്തിനാ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പറയും ഇത് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പം അപ്പം ഞാൻ പറയും പോകുന്നു 2000 രൂപ. അങ്ങനെ ഓരോന്നിൽ ഒരു വീട്ടിൽ നിന്നും അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയുടെ പടക്കമെങ്കിലും അവർ അതായത് ഞങ്ങളൊരു കേമന്മാരാണ് ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് കാണിക്കാനായിട്ട് മാറ്റി പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു മൂഢത്വമാണല്ലേ ആളുകൾ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ. പണത്തിനോട് എന്തുകൊണ്ടാണ് ആളുകൾക്കൊരു മതിപ്പില്ലാത്തത്? ആ പണം വെച്ച് എന്തൊക്കെ ചെയ്യാല്ലേ. എത്രയോ പേർക്ക് ശരി ബിരിയാണി ആണ് അവർ കഴിക്കാതെ പായ എന്ന് പറയും അന്നത്തെ ദിവസം. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര ഇതാണ്. കർണാടകത്തിലും നമ്മുടെ തമിഴ്നാട്ടിലുമൊക്കെ പായ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേറ്റ് പോയി നിൽക്കും അവർ മട്ടൻ വാങ്ങിക്കാനായിട്ട്. മട്ടനൊന്നും അവൈലബിളേ അല്ല, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പായ. അത് ആർക്കെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇത്രയും വിലയുള്ള മട്ടൻ വാങ്ങിച്ച് കഴിക്കാൻ പാങ്ങില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ, ഇത്രയും പട്ടാസ് വെടിക്കുന്ന നേരത്തിനല്ലേ. അപ്പോൾ അത് നമ്മുടെ കൾച്ചറല്ലേ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് കൾച്ചർ? വൈ ഡോണ്ട് വി ബിക്കം പ്രോഗ്രസീവ്? നമ്മൾ ഓരോ തലമുറ കഴിയും തോറും നന്നായി വരാൻ നോക്കേണ്ട, അതായത് നമ്മൾ ടെക്നോളജിക്കലി വെൻ വി ആർ ബിക്കമിങ് ഇവോൾവ്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വലി ലിബറേറ്റഡ് ആകാത്തത്? നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പുറകോട്ട് പോകുന്നില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്, കുറേ പുറകോട്ട് പോകുന്നുണ്ട്, പല രീതിയിൽ നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്. പിന്നെ അത് ഞാനും പറയാറുണ്ട്, പക്ഷെ അത് ഞാൻ എനർജീസുമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ നല്ല എനർജീസ് നമ്മളിലേക്ക് ആവാഹിച്ച് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണെന്ന് ഞാൻ പറയാറില്ല. അതും സ്പിരിച്വാലിറ്റിയും പ്രേയേഴ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് വെൻ യു ഫീൽ ലിബറേറ്റഡ്. നമുക്ക് ഒന്നിനോടൊരിതില്ല. നമ്മൾ അമ്പലത്തിൽ തന്നെ പോകണം എന്നില്ല എന്ന് പറയും സ്പിരിച്വലായിട്ടുള്ളവർ അല്ലേ. ദേ വിൽ സിറ്റ് എനിവെയർ, അവിടെ അങ്ങ് ഓഫായിട്ടിരുന്നോളും. സദ്ഗുരു പറഞ്ഞ പോലെ എവിടെയാണെന്ന് പോലും ഓർമ്മയില്ലാതെ അങ്ങ് ഇരുന്നോളും. അതാണ് അവർ ആ ഒരു ഹൈ ലെവൽ ലിബറേഷന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മളെപ്പോലുള്ള സാധാരണ മോർട്ടൽസ്, സാധാരണ ആൾക്കാർക്ക് അമ്പലത്തിൽ പോകുമ്പോഴാണ് ഒരു റീചാർജ് പോലെയാണ്.
ബാറ്ററി ഡ്രെയിൻ ആകുമ്പോൾ അവിടെ പോയാൽ നമുക്കൊരു ചാർജ് കിട്ടുന്ന പോലെയാണ് അല്ലേ. അമ്പലങ്ങൾ, വലിയ സ്ഥാനങ്ങളിലൊക്കെ, ദേവസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഊർജ്ജമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഭക്തിയാണ് അല്ലേ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവിടെ അതേസമയം അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഊർജ്ജം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യും. അവരുടെ മനസ്സിൽ മുഴുവനും ഇവിടെ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള മനസ്സിലാണല്ലോ അവിടെ ജോലി ചെയ്യുന്ന ചില ആളുകളൊക്കെ ജോലി ചെയ്യുന്നത്. അവരെ ശമ്പളത്തിന് വേണ്ടിയിട്ടും ഇപ്പം കണ്ടില്ലയോ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തേക്കുന്ന പരിപാടി കണ്ടില്ലയോ? എല്ലാവർക്കും എത്ര ദേഷ്യമാണ്. ഒരു വലിയ ദേവസ്ഥാനത്ത് നിന്ന് ഇത് ഇളക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ആ സ്വർണത്തിൽ ഭ്രമിച്ചിട്ട് അത് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത്? അങ്ങനെ വന്നിരിക്കുന്നവർക്ക്, അവർക്ക് ദൈവത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും കട്ടുകൊണ്ട് പോയി സ്വന്തം വീട്ടിൽ വെക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വാട്ട് ലിബറേഷൻ ആൻഡ് വാട്ട് സ്പിരിച്വാലിറ്റി അല്ലേ. പണ്ട് പൂന്താനം വന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആ സ്പിരിച്വാലിറ്റി ഒന്നും ആർക്കും എവിടെയും കിട്ടില്ല. പൂന്താനത്തിൻ്റെ എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള വരികളാണല്ലേ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റു മക്കൾ എന്തിനാണെന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എത്തുകയാണ് പൂന്താനം നമ്പൂതിരിയൊക്കെ. നമ്മളൊന്നും അങ്ങനെ ആകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ആരോ ചോദിക്കണ്ടായിരുന്നു, എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ല ചേച്ചി, എന്തൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടോ. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു തരാൻ ഇരിക്കുമല്ല ദൈവത്തിൻ്റെ ജോലി അതല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എന്തിനാണ് കാലിൽ അമ്പെയ്തിട്ട് കൃഷ്ണന് ഈ ലൗകികലോഹവാസം വെടിയേണ്ടി വന്നത്? കാലിൽ അമ്പേറ്റിട്ടല്ലേ യാദവകുലം നശിക്കുന്നത് ഒരു അമ്പ് കൊണ്ടാണെന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെയും അമ്പ് കൊണ്ടിട്ടല്ലേ മരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയും അമ്പലത്തിൽ പോക്കുമായിട്ട് നമ്മൾ കൂട്ടിക്കൊഴിക്കരുത്. നമ്മളെ കൊണ്ട് ഒക്കുന്നത്ര എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി കൂടെ ആകുക. ഇതുപോലെ പട്ടാസ് നമ്മുടെ വീട്ടിലെങ്കിലും വാങ്ങിക്കാതിരിക്കുക. കുറേ കഴിയുമ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചത് നിർത്താതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് സംഭാഷണമായിട്ട് വന്നതെന്ന് മാത്രം. നിങ്ങളൊക്കെ ഇതൊന്ന് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. തോന്നിയിട്ടില്ല? അതേപോലെ തന്നെ ആന നിൽക്കുന്നതിൻ്റെ ഏഴയലത്ത് ഞാൻ പോവില്ല. തൃശ്ശൂർ പൂരമൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അവിടെ പോയി നിന്ന് കാണണം എന്ന് തോന്നൽ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇതൊക്കെ ആലോചിക്കണം. എൻ്റെ ദൈവമേ, ആ ആനയെങ്ങാനും ഇടഞ്ഞ ഇത് എൻ്റെ മനസ്സിൽ അങ്ങനെ വരും കേട്ടോ. കാരണം അതൊരു ജീവിയല്ലേ, ഇത്രയും സൗണ്ട്, അതിന് മരുന്നൊക്കെ കൊടുത്ത് എന്തോ അളവിൽ ഇങ്ങനെ നിർത്തിയേക്കാന്നുണ്ടോ ഇങ്ങനെ അല്ലേ, എന്തോ കഞ്ചാവടിച്ച ആൾക്കാർ നിൽക്കും എന്ന് പറയുന്ന പോലെ ആനയെ നിർത്തിയിരിക്കുന്നത് എത്രയോ വർഷം. അതൊരു പാറ്റേൺ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ മെഷീനറി ഒന്നും ഇല്ലല്ലോ, ആനയെ വളർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ മുതലാകാൻ വേണ്ടിയിട്ട് ആനയെ വളർത്തുന്ന തീറ്റ കൊടുത്ത് മുതലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കും എഴുന്നള്ളിപ്പിനും ഒക്കെ വിടും. ഇതെന്തിനാണ് ഇങ്ങനെയെന്ന് അത് ശ്രീലേഖമാരൻ പറഞ്ഞതിൽ നിന്ന് കേട്ടോ ഞാനും വിചാരിച്ചു, എന്തിനാണ് ഈ ആനകളെ ഇനിയിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പാവം തോന്നുന്നു എനിക്ക്. നടന്നൊക്കെ പോകുമ്പോഴേ ഈ ടാറിട്ട റോഡിലൊക്കെ വളരെ പ്രയാസം തോന്നും. അപ്പോൾ എന്തെങ്കിലും